ഡോക്ടർ സുന്ദരിയെ കളത്തിലിറക്കി കോട്ടയം തിരിച്ചു പിടിക്കാനുള്ള നീക്കം CPM ഉപേക്ഷിച്ചു. മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു മാറി നിന്ന ജില്ലാ സെക്രട്ടറി PN വാസവനെ കളത്തിലിറക്കി. കോട്ടയം പാർലമെന്റ് കമ്മിറ്റിയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. വിവരം സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സമിതി അന്തിമ തീരുമാനമെടുക്കും. ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് CPM പ്രവർത്തകയും ഉഴവൂർ പഞ്ചായത്ത് അംഗവുമാണ്. കഴിഞ്ഞ ജില്ലാ സമ്മേളന പ്രതിനിധിയായിരുന്നു. വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി UDF-ൽ കനത്ത വെല്ലുവിളി ഉയർത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ സിന്ധുമോളേക്കാൾ വിജയസാധ്യത വാസവനാണെന്ന നിഗമനത്തിൽ പാർട്ടി എത്തുകയായിരുന്നു. കഴിഞ്ഞ തവണ ജനതാദളിനാണ് സീറ്റ് നൽകിയത്. മാത്യു ടി തോമസ് മത്സരിച്ച് പരാജയപ്പെട്ടു. ഇത്തവണ വിജയസാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടാണ് കോട്ടയം സീറ്റ് CPM ഏറ്റെടുത്തത്. UDF-നേക്കാൾ 12 ലക്ഷത്തോളം വോട്ടിന്റെ കുറവുണ്ടായിരുന്നു LDF-ന്. എന്നാൽ പാർട്ടി സ്ഥാനാർത്ഥിയാകുമ്പോൾ പ്രവർത്തകരിലും അണികളിലും ആവേശം കൂടുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. കേരള കോൺഗ്രസിന്റെ സീറ്റാണെങ്കിലും കോട്ടയത്തെ കോൺഗ്രസുകാരും കേരള കോൺഗ്രസും അത്ര രസത്തിലല്ലെന്നാണ് CPM പാർലമെന്റ് കമ്മിറ്റി പറയുന്നത്. അതിനെ മുതലെടുക്കാനാകും. കോൺഗ്രസ് വോട്ട് വാങ്ങി വിജയിച്ച കേരള കോൺഗ്രസ് UDF വിട്ട് LDF പാളയത്തിൽ ചേക്കേറാൻ ശ്രമിച്ചിരുന്നു. കോട്ടയത്തെ പല പഞ്ചായത്തുകളിലും കേരള കോൺഗ്രസിനും തിരിച്ചുമുള്ള പിന്തുണകൾ പിൻവലിച്ചിരുന്നു. അന്ന് തുടങ്ങിയ പോരിന്റെ അലയൊലികൾ കേരള കോൺഗ്രസ് UDF-ലെത്തിയിട്ടും അവസാനിച്ചിട്ടില്ലെന്നാണ് CPM കരുതുന്നത്. കോട്ടയത്ത് കേരള കോൺഗ്രസ് ശക്തിപ്പെടുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ്. അതിനാൽ കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കാലുവാരുമെന്ന് CPM കരുതുന്നു. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് ജില്ലാ സെക്രട്ടറിയെ തന്നെ അക്ഷരനഗരിയിൽ അംഗത്തിനിറക്കാൻ തീരുമാനിച്ചത്. കോട്ടയം ലോക്സഭാ സീറ്റിൽ LDF വിജയിച്ചിട്ട് ഏറെക്കാലമായി. അത് ഇക്കുറി തിരുത്തി എഴുതുകയാണ് ലക്ഷ്യം. NSS-ന് ഏറെ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് കോട്ടയം. അതിനാലാണ് സുകുമാരൻ നായർ അടക്കമുള്ള NSS നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള വാസവനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. ക്രിസ്ത്യൻ വോട്ട് ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് നേട്ടമാകുമെന്ന ആത്മവിശ്വാസവും CPM-നുണ്ട്. ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റുമാനൂരും വൈക്കവും മാത്രമാണ് LDF-നൊപ്പമുള്ളത്. പിറവം, പാല, കടുത്തുരുത്തി, കോട്ടയം, പുതുപ്പള്ളി മണ്ഡലങ്ങൾ UDF-നൊപ്പമാണ്. കോട്ടയവും പുതുപ്പള്ളിയും മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ബാക്കിയുള്ള 3 മണ്ഡലങ്ങൾ കേരള കോൺഗ്രസുകളുടെ കയ്യിലാണ്. പിറവം MLA അനൂപ് ജേക്കബും പാർട്ടിയും ലോക്സഭാ സീറ്റ് ചോദിച്ച് ഇടഞ്ഞു നിൽക്കുകയാണ്. അതിനാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.